ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മോൾ പറഞ്ഞത് സത്യമല്ലേ? എത്ര കാലമായി അവൾക്ക് അറിയാൻ തുടങ്ങിയിട്ട്. ആദ്യം അവൾക്കുണ്ടായിരുന്നത് അവളുടെ അച്ഛന്, അതും അവൾക്ക് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതാണ് സത്യം. ഇനി നിനക്ക് അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടോടി? അയാള് പറഞ്ഞത് കേട്ടില്ലേ? അത് സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ച്. ഇതിനെക്കാളും ഭേദം നിനക്ക് അങ്ങോട്ട് ചത്തൂടേടി. ഒന്നും പറയണ്ട മാവ. ഇവളെ ഒന്ന് ഉപദേശിക്കുന്നതില് ഒരർത്ഥവുമില്ല. ഇനി ഇതുപോലെ ഒരുത്ത ഇവിടെ വരാൻ പാടില്ല. അതുകൊണ്ട് നീ കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്തോണ്ട് ഈ പടി അങ്ങോട്ട് ഇറങ്ങിക്കോണം. കേട്ടോടി? എടാ ഹരി, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കടം വീടാനുള്ള മാർഗവും അവള് കണ്ടിട്ടുണ്ടാവും. അവളാ? എന്താണെന്ന് വെച്ചാ ചെയ്യട്ടെ. എനിക്കൊരഭിപ്രായമില്ല. പറയാ എടോ, മോളോട് അത് താൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പോരെ? എന്താ പോരാ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ അതിൻ്റെതായ അർത്ഥത്തിൽ അവളുടെ ചെവിയിൽ എത്തുന്നില്ല. രഘുവേട്ടൻ തന്നെ പറഞ്ഞാൽ മതി. മോളെ, സംസാരിക്കാനുള്ളത് ആദിയുടെ കാര്യമാണ്. ആദിക്ക് ഇതുവരെ നീയായിരുന്നു അമ്മ. ജ്യോതി ഇതുവരെ അവനൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അതൊക്കെ സത്യമാണ്. പക്ഷേ മനു ജ്യോതിയെ തേടിയെത്തിയപ്പോ അവൻ അവന്റെ കുഞ്ഞിനെ കൂടിയല്ലേ തേടിയെത്തിയത്. അച്ഛാ, ആദിക്ക് അങ്ങോട്ട് പോവാൻ തീരെ താല്പര്യമില്ല. താല്പര്യം കാണില്ല, അത് സ്വാഭാവികം. പക്ഷേ നമ്മുടെ ഡ്യൂട്ടി അതല്ലല്ലോ മോളെ. അവന്റെ കുഞ്ഞു മനസ്സാണ്. അവൻ കണ്ടു ശീലിച്ച കാര്യങ്ങളല്ലാതെ മറ്റൊന്നും അവനെ കൊണ്ട് പറ്റില്ല. അപ്പോ നമ്മൾ മുതിർന്നവർ വേണ്ടേ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ? മോളെ, മനുവിനോടൊപ്പം ജ്യോതി പോകുമ്പോ അവരുടെ കൂടെ ആദ്യം ഉണ്ടാവണം. അതാണ് പറഞ്ഞു വരുന്നത്. ഞാൻ എങ്ങനെയാ അമ്മ അവനെ? എന്നെ പിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ കരയുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ എന്റെ ഉള്ളിലെ പേടി, എന്റെ സങ്കടം, അതൊന്നും അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നില്ലേ? ആര് പറഞ്ഞു മനസ്സിലാക്കുന്നില്ലെന്ന്? മോളെ, ജ്യോതിയുടെ കാര്യത്തിൽ ഇങ്ങനൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചതല്ല. ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാവും. പക്ഷേ നാളെക്കുറിച്ച് ഓർക്കുമ്പോ അത് ഇന്ന് തന്നെ ചെയ്യുന്നതാ ശരി. ആദിക്ക് മോള് വാക്കൊന്നും കൊടുക്കണ്ട. പകരം അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അവന്റെ ഭാവി മനുവിന്റെ കൂടെയാ. ജ്യോതിയും ആദിയും മനുവിന്റെ കൂടെ പോവുകയാണെങ്കിൽ അവരെക്കുറിച്ച് പിന്നീട് ഒരിക്കലും നമുക്ക് വേറെ ചിന്തിക്കേണ്ടി വരില്ല. വെട്ടിമുറിച്ച് പറയുന്നൊന്നല്ല. മോള് വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ. ഒന്നിരുന്ന് ആലോചിച്ചാ നിനക്ക് മനസ്സിലാവും. നീ എന്നും മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ചല്ലേ ചിന്തിച്ചിട്ടുള്ളൂ, പ്രത്യേകിച്ച് ജ്യോതിയുടെ കാര്യത്തിൽ. ഭർത്താവിന്റെ സഹോദരിയോടുള്ള ബന്ധമല്ല നീ കാണിച്ചിട്ടുള്ളത്. സ്വന്തം അനുജത്തെ എങ്ങനെ കൊണ്ടു നടക്കുന്നു അത് തന്നെയാണ് നീ ചെയ്തിട്ടുള്ളത്. നിന്റെ അനുജത്തിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അവള് നന്നായിട്ട് ജീവിക്കട്ടെ മോളെ. ശരി അച്ഛാ. ഞാൻ പറഞ്ഞോളാം അവനോട്.
ബഹളം വെക്കും. അതേ ഉള്ളൊരു കുഴപ്പം. പിന്നെ എന്റെ കരച്ചില് അതാരും കാര്യാക്കണ്ട. എന്ന് തുടങ്ങിയതാ ഞാനിങ്ങനെ കരയാൻ. അവളുടെ കണ്ണുനീര് കാണുമ്പോ എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടൊന്നും അല്ല രഘുവേട്ട. മോള് പറഞ്ഞത് സത്യമല്ലേ? എത്ര കാലമായി അവൾക്ക് അറിയാൻ തുടങ്ങിയിട്ട്. ആദ്യം അവൾക്കുണ്ടായിരുന്നത് അവളുടെ അച്ഛന്, അതും അവൾക്ക് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതാണ് സത്യം. നമ്മുടെ കുടുംബത്തിൽ കയറി വന്നതിന് ശേഷം സ്വസ്ഥത എന്താണെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടോ? കരഞ്ഞ കണ്ണുനീര് തോരുന്നതിനിടയിൽ അവൾക്കുള്ള ഒരേ ഒരു ആശ്വാസമായിരുന്നു ആദ്യം. എന്റെ മോളെ എനിക്ക് എപ്പോഴും ഇങ്ങനെ വേദനിപ്പിക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴും താൻ എന്താടോ കാണിക്കുന്നേ? അതൊക്കെ മോളെ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്തുള്ളൂ. താനിങ്ങനെ ടെൻഷൻ ആവണ്ട പ്ലീസ് സുജാതെ. ഹലോ മനു. ഓ മൈ ഗോഡ്, എന്തു പറ്റി? ഒന്നുമില്ല. കുറെ നാളുകൾക്ക് ശേഷം പഴയ ജ്യോതിയുടെ ശബ്ദം വീണ്ടും ഒന്ന് കേൾക്കുന്നേ. അങ്ങനെ മാറ്റിയിട്ടാണല്ലോ എന്നെ ഇങ്ങോട്ട് വിട്ട്. ഇനിയിപ്പോ വേറെ അവസ്ഥയിലോട്ടൊന്നും പോകണ്ട കേട്ടോ. എടോ, ഞാൻ വിളിച്ചതേ, ഞാൻ അല്പം പർച്ചേസിന് ഇറങ്ങിയതാ. ആദ്യമോന് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അവൻ എന്തൊക്കെയാ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ, അതുപോലെ ബുക്ക്, ഗെയിംസ്, അങ്ങനെയൊക്കെ. അത് പറയടോ. അവനെ കൊണ്ടുപോയി ആ മുറിയിലോട്ടൊന്ന് കയറ്റുമ്പോ എനിക്കൊന്ന് ഞെട്ടിക്കണം അവനെ. അവന് വേണ്ടതൊക്കെ അവിടെ ഉണ്ടാവണം. പെട്ടെന്ന് പറ, എന്തൊക്കെയാ അവന് വേണ്ടേ?